ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യ മുഴുവൻ ഒരു സിനിമ കാണാനായിട്ട് ഉറക്കമൊഴിയുകയാണ്. KGF-ന്റെയും ബാഹുബലിയുടെയും റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് വരുന്ന ഐറ്റം അതെന്തായാലും വൈൽഡ് ഫയർ തന്നെയായിരിക്കും. ഒരിക്കലും ഞാൻ താഴത്തില്ലടാ. A few moments later. ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. കാട്ടവരാത പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാത പടം. ഇതുപോലൊരു മലങ്ങളുടെ ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്തോ ഒരു പടം, പക്ഷെ നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ചത്. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്. കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണമെന്നുള്ള രീതിയിൽ പോയി ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. കൊള്ളൂല്ലേ? എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അയ്യോ ഉറങ്ങുമായിരുന്നു. എല്ലാരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒറ്റ ഒരുത്തനും ബോധമില്ലാണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. കുഞ്ഞിപ്പാ ഞാൻ ഇറങ്ങട്ടെ. ഫസ്റ്റ് 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടം എങ്ങോട്ടാണ് പോണേന്ന്. എനിക്ക് ആകെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ടീസറിൽ വരുന്ന ഒരു കൃഷ്ണനാ. One eternity later. പുണ്ടാച്ചി പെർഫോമൻസ് ഒന്നും പറയല്ല. പുണ്ടാച്ചി പെർഫോമൻസ്. അയ്യോ ഇതിനെ ഇവിടുന്ന് പിടിച്ചു, വനത്തിന് പിടിച്ചതാ അപൂർവനാ. അല്ലെ ഈ കുപ്പായപ്പ് ഇതിനു വേണ്ടി തുന്നിയതാ. ഇനി ഞാൻ സത്യം പറയാം, ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതങ്ങ് പോയി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഇത് അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിറക്കുകയൊക്കെ ചെയ്യണം. അഭിനയിച്ച് വിറക്കുക. ആലമ്പിള്ളേ, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിലെല്ലാ ഘടകങ്ങളും നന്നാവണം. എന്തിനാണ് തേർഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പൊ തേർഡ് എന്തിനാണ്?